കോൺഗ്രസ് നേതാക്കളുമായുള്ള അകൽച്ച ഒഴിവാക്കി ശശി തരൂർ എം പി സുൽത്താൻ ബത്തേരിയിലെ ക്യാമ്പിൽ പൂർണ്ണമായും തരൂർ പങ്കെടുത്തു. പാർട്ടി ലൈൻ വിട്ടിട്ടില്ല എന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി ഉണ്ടാകുമെന്നും തരൂർ പറഞ്ഞു. ഞാൻ പാർട്ടി ലൈൻ വിട്ടു എന്ന് ആരാ പറഞ്ഞിരിക്കുന്നതാണ് ചോദ്യം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഏത് വിഷയത്തിലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കൂടി ചില ബേസിക് വിഷയങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, പാർട്ടിയും ഞാനും ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷം വിഷയങ്ങളിൽ എപ്പോഴും ഒന്നെ ആയിരുന്നു. 1000 വാക്കുകളുടെ ഒരു ആർട്ടിക്കിളിന് എടുത്തിട്ട് അതിനെ ഒരു വാചകമായിട്ട് സമറൈസ് ചെയ്യുമ്പോൾ പല ന്യൂവാൻസും ഡീറ്റെയിലും അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ മറ്റേവരെയാണ് ഞാൻ കുറ്റം പറയുന്നത്. അവർ നിങ്ങളുടെ ഹെഡ്ലൈൻ മാത്രം വായിച്ചിട്ടാണ് അവർ കോമെന്റ് അടിക്കുന്നത്. ഞാൻ എഴുതിയത് വായിച്ചിട്ടില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഏത് എം പി മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കട്ടെ. പേഴ്സണലി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഈ പ്രചരണത്തിൽ ഞാൻ എന്തായാലും ഇറങ്ങും. തരൂർ കോൺഗ്രസിന് വിലപ്പെട്ട നേതാവ് എന്നൊരു വളരെ പ്രധാനപ്പെട്ട പ്രതികരണം കൂടി ഇന്ന് ACC സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ശശി തരൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ കാലത്തും പറയാം, എന്റെ പ്രസ്താവന എടുക്കുന്നത് ശശി തരൂർ പാർട്ടിക്ക് വിലപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലൊക്കെ തന്നെ ചിലപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് പാർട്ടി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പലവട്ടം. അമൽ തേനമ്പറമ്പിലുണ്ട്. അമൽ, ശശി തരൂർ തലവേദന എന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്ന കഴിഞ്ഞ കുറച്ചു കാലമായി. ഇപ്പോഴത്തെ 2 ദിവസത്തെ ക്യാമ്പിൽ പരിപൂർണമായി പങ്കെടുക്കുന്നു, ഞാൻ പാർട്ടിക്ക് വിധേയനാണ് എന്ന് തരൂർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിശദമായി ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നു. അതിന് പിന്നാലെ ACC ജനറൽ സെക്രട്ടറി ചില ഇടപെടലുകൾ നേതൃത്വം നടത്തിയിട്ടുണ്ട് എന്ന് കൂടി പറയുന്നത്. എങ്ങനെയാണ് പ്രശ്നപരിഹാരം ഉണ്ടാകുന്നത്? തരൂർ മുന്നണിയിൽ തന്നെ ഉണ്ടാകുമോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? ആ പ്രശ്നം, പ്രശ്നത്തിന്റെ അധ്യായം അടച്ചോ കോൺഗ്രസ് നേതൃത്വം? തരൂറിന് പലവിധ വിഷയങ്ങളിൽ കോൺഗ്രസുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. തരൂർ പറയുന്ന പ്രശ്നങ്ങൾ അത് സംസ്ഥാന സർക്കാരിന് അനുകൂലമായ നിലപാടിലാണെങ്കിലും കേന്ദ്ര സർക്കാരിന് അനുകൂല നിലപാടിലാണെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വം എടുക്കുന്ന നിലപാടിന് ഘടകവിരുദ്ധമായ നിലപാടാണ് പലപ്പോഴും തരൂർ സ്വീകരിച്ചിരുന്നത്. ഇത് പാർട്ടിയെ പല ഘട്ടത്തിലും പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെട്ടുകൊണ്ട് തരൂരുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്കൊടുവിലാണ് തരൂർ ഒരു നിലപാട് മയപ്പെടുത്തുന്ന മട്ടിലേക്ക് എത്തിയത്. കേരളത്തിൽ സജീവമാകാനൊരു നിർദ്ദേശം തരൂരിന് നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തരൂർ ഇവിടെയുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലെല്ലാം തരൂർ തിരുവനന്തപുരത്തടക്കം എല്ലായിടങ്ങളിലും സജീവമായി എത്തുന്നുമുണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും ഇന്നത്തെ ക്യാമ്പിൽ, ഇന്നും ഇന്നലെയുമായി നടന്ന ക്യാമ്പിൽ പരിപൂർണമായി തരൂർ പങ്കെടുത്തു എന്ന് മാത്രമല്ല സജീവമായ ഇടപെടൽ തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം നേതാക്കൾ നടത്തുന്ന പ്രസ്താവനയിലും ഈ അകത്തു നിന്നും ഉള്ള ഈ ക്യാമ്പ് നടക്കുന്ന ഹോളിനകത്തു നിന്നുമുള്ള ചില ദൃശ്യങ്ങൾ വരുന്നുണ്ട്. സമീപകാലത്തൊന്നും അങ്ങനെ ഒരു ദൃശ്യം കോൺഗ്രസിൻ്റെതായി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ശശി തരൂരും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. മറ്റെല്ലാവരെയും ഒരുമിച്ച് കാണാറുണ്ടെങ്കിൽ കൂടി തരൂരിനെ ആ കൂട്ടത്തിൽ കാണാറുണ്ടായിരുന്നില്ല. പരിപാടികൾക്കൊക്കെ വരികയാണെങ്കിൽ പരിപാടി കഴിഞ്ഞ് തരൂർ മടങ്ങുന്നതാണ് ഒരു ശീലം. എന്തായാലും ഒരു ഐക്യമുണ്ട് എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ പ്രവർത്തകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആ ദൃശ്യം അവിടെ നിന്ന് ചിത്രീകരിച്ച് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ്, പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണല്ലോ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ആ ചിത്രം എടുത്ത് മാധ്യമങ്ങൾക്ക് നൽകിയത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. തരൂർ അതിനുശേഷം പ്രതികരിച്ചു. 17 വർഷം പ്രവർത്തിച്ച പാർട്ടിയാണ്, അതങ്ങനെ പെട്ടെന്ന് വിട്ടുപോകാൻ പാടില്ലല്ലോ എന്നുള്ള തരത്തിലൊരു പരാമർശം തരൂരിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ൽ ലഭിച്ച ഒരു വിജയം അത് തരൂരിൻ്റെതടക്കമുള്ള അല്ലെങ്കിൽ ഒരു വിമതസ്വരം പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്ന നേതാക്കളുടെ നിലപാട് മാറ്റത്തിന് കാരണമുണ്ടായിട്ടുണ്ട് എന്ന് കൂടി വിലയിരുത്തേണ്ടി വരും. അതിൽ KC വേണുഗോപാൽ പറഞ്ഞ ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഐക്യമാണ്. ആ ഐക്യത്തിന് എതിര് നിൽക്കുന്ന ആളുകളുടെ ഗതി അധോഗതിയാകും എന്നുള്ളതാണ് KC വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, നിന്നില്ല എങ്കിൽ മാറി നിൽക്കുന്ന ആളുകൾക്ക് ജനം എതിരാകും എന്നുള്ള തരത്തിൽ ആണ് ഈ പറയുന്ന KC വേണുഗോപാൽ അതിനെ പറഞ്ഞു വെച്ചത്. ശരി, പാർട്ടിയുടെ ലൈൻ എന്താണെന്ന് KC വേണുഗോപാൽ ഉൾപ്പെടെ വ്യക്തമാക്കുന്നു.